ഈ മാംസപിണ്ഡത്തിൽ പതിതമായ രത്നക്കല്ലാണ് ആത്മാവ്. ശരീരം മലമൂത്രങ്ങളെയും ദുർഗന്ധങ്ങളെയും ദൂഷിച്ച രക്തത്തെയും വഹിക്കുന്നു. അത് സാംക്രമിക രോഗങ്ങളാലും മാരകവ്യഥകളാലും മറ്റു പ്രശ്നങ്ങളാലും പീഡിപ്പിക്കപ്പെടുന്നു. ശരീരം ജീർണിക്കുന്നത് തടയാനാവില്ല. അതൊരു ദിവസം നശിക്കുക തന്നെ വേണം. അതുവഴി മനുഷ്യനുണ്ടാകാൻ കഴിയുന്ന നേട്ടമാണ് അതിന്റെ നീതീകരണം. അതാണ് മനുഷ്യശരീരത്തിന്റെ പരമോന്നത പദവി. നിന്റെ ഭർത്താവ് തന്റെ ശരീരം വഴി വീരോചിതവും ആദരണീയവുമായ അനേകം വിജയങ്ങൾ നേടിയിട്ടുണ്ട്. ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ ജീവശ്വാസമെന്ന വിധം സേവകരെയും വിശ്വസ്തരായ അനുയായികളെയും പരിപാലിക്കുകയും അവർക്ക് പുരോഗതി കൈവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം രാക്ഷസരെ നശിപ്പിച്ചു. ബാലിക്ക് ഈശ്വരനിൽ അഗാധമായ ഭക്തിയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സഹോദരനെ പീഡിപ്പിച്ചു. അതൊഴിച്ച് മറ്റൊരു പാപവും ബാലി ചെയ്തിട്ടില്ല. ആ പാപത്തിന്റെ ഫലമാണ് എന്റെ കൈയാൽ അദ്ദേഹത്തിന് സിദ്ധിച്ച മരണം. ആ പാപവും അങ്ങനെ കഴുകിക്കളയപ്പെട്ടു എന്ന് വിശ്വസിക്കുക. ഇനി നിനക്ക് ദുഃഖിക്കാൻ യാതൊരു കാരണവുമില്ല. ഈ ഉപദേശങ്ങളും സമാശ്വാസവചനങ്ങളും കേട്ടപ്പോൾ താരയ്ക്ക് ജ്ഞാനോദയമുണ്ടായി. അവൾ ശാന്തയായി. ഇനിയൊട്ടും കാലവിളംബം വരുത്തരുതെന്ന് രാമൻ പറഞ്ഞു. അദ്ദേഹം താരയോട് മടങ്ങിപ്പോകാനും സുഗ്രീവനെക്കൊണ്ട് ബാലിയുടെ ശേഷക്രിയകൾ ചെയ്യിക്കാനും പറഞ്ഞു. അംഗദനെ പ്രേമത്തോടും ശ്രദ്ധയോടുകൂടി പോറ്റിവളർത്താൻ രാമൻ സുഗ്രീവനെ ഉപദേശിച്ചു. ശവസംസ്കാരത്തെ സംബന്ധിച്ച കർമ്മങ്ങളെല്ലാം കഴിഞ്ഞശേഷം രാമൻ ലക്ഷ്മണനെ തലസ്ഥാന നഗരിയിലേക്കയച്ച് സുഗ്രീവനെ സിംഹാസനാരോഹണം ചെയ്യിച്ചു. ഹനുമാനും മറ്റുള്ളവരും നഗരത്തിൽ പ്രവേശിച്ചു. മിത്രങ്ങളും അനുയായികളും എന്ന നിലയിൽ വിജയകരമായി ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി സുഗ്രീവനെ സഹായിച്ചു. ഭരണഭാരം ഏറ്റെടുത്ത ഉടനെ സുഗ്രീവൻ ഗുരുജനങ്ങളെയും സമുദായ നേതാക്കളെയും വിളിച്ചുവരുത്തി. സീതാന്വേഷണത്തിനുള്ള ശരിയായ ഏർപ്പാടുകൾ ചെയ്യുന്നതിനായി ആജ്ഞാപിച്ചു. അതിനായി എല്ലാ നടപടികളും ആരംഭിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജാവായതിലും ആ ഉത്തരവാദിത്തം ലഭിച്ചതിലും സുഗ്രീവൻ സന്തുഷ്ടനായിരുന്നു. നേരമൊഴിച്ച് അദ്ദേഹം ദുഃഖിതനും മ്ലാനചിത്തനുമായിരുന്നു. കാരണം ജ്യേഷ്ഠനെ കൊല്ലിക്കുന്നതിനുള്ള കാരണം അദ്ദേഹം ആയിരുന്നല്ലോ. കഷ്ടം! അത് വിദ്വേഷം ജനിപ്പിക്കുന്നു. പ്രേമത്തെ കൊല ചെയ്യുന്നു. ലജ്ജാവഹം! എന്റെ ഹൃദയത്തിൽ ക്രോധവും വിദ്വേഷവും കടന്നുവരാൻ അനുവദിച്ചത് നിമിത്തം ഞാൻ എത്ര അഗാധതയിലേക്ക് പതിച്ചുപോയി. ബാലിരാമനോട് പറഞ്ഞ ഭക്തിപുരസ്സരമായ വാക്കുകൾ കേട്ട് എന്റെ ഹൃദയം കഠിനവേദനയാൽ പിളർക്കപ്പെട്ടിരിക്കുകയാണ്. ബാലിക്ക് ഇത്രയും വർദ്ധിച്ച ഭക്തിയും അർപ്പണബോധവും ഉണ്ടായിരുന്നെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജ്ഞാനം അതിരറ്റതാണ്. ആ ജ്ഞാനം പുറത്തുവരാൻ അദ്ദേഹത്തിന്റെ അതികഠിനമായ ക്രോധം അനുവദിച്ചിരുന്നില്ല. അതെ, ക്രോധം മനുഷ്യനിലുള്ള ദിവ്യതയെ അമർത്തിക്കളയുന്നു. കാമവും ക്രോധവും ജീവിതത്തെ ആപത്തിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ ചിന്തകളാൽ വിഷണ്ണനായിരുന്നെങ്കിലും സുഗ്രീവൻ ലക്ഷ്മണനിൽ നിന്നും ഭരണത്തിന്റെ മാർഗ്ഗങ്ങളും രീതികളും പഠിച്ചു. നഗരമെന്നു അദ്ദേഹം രാമനോടപേക്ഷിച്ചു. പക്ഷേ തനിക്ക് വനത്തിൽ വസിക്കുകയല്ലാതെ ഒരു നഗരത്തിലും പട്ടണത്തിലും പ്രവേശിക്കാൻ പാടില്ലെന്നു രാമൻ പറഞ്ഞു. പ്രവേശിച്ചാൽ താൻ പിതാവിന്റെ ശാസനം ലംഘിച്ചതുപോലെയാകും. സുഗ്രീവൻ നേതാക്കളുടെ സമ്മേളനം വിളിച്ചുകൂട്ടി. കാലം ഹേമന്തത്തിന്റെ ഉത്തരാർദ്ധത്തിലായിരിക്കയാൽ വർഷം ആസന്നമാണെന്നും അതിശൈത്യവും കൊടുങ്കാറ്റും വാനരക്കൂട്ടങ്ങൾക്ക് സഞ്ചരിക്കാൻ വിഷമമുണ്ടാകുമെന്നും അവർ അറിയിച്ചു. അതുകൊണ്ട് ഹേമന്തം കഴിഞ്ഞുടനെ സീതാന്വേഷണം ആരംഭിക്കണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. രാമൻ ഈ അഭിപ്രായത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതു അംഗീകരിച്ചു. അങ്ങനെ സഹോദരന്മാർ ഋഷ്യമൂകാചലത്തിൽ താമസം തുടങ്ങി. മഴ വേഗം ആരംഭിച്ചു. ഓരോ ചതുരശ്ര അങ്കുലത്തിലും ആകാശത്തിൽ നിന്ന് കുടംകണക്കെ ജലം ചൊരിയുകയാണോ എന്നു തോന്നുമാറ് കഠിനവർഷമുണ്ടായി. ഭക്ഷണാവശ്യത്തിനുള്ള ഫലമൂലങ്ങൾ യഥാസമയം ശേഖരിക്കുന്ന ജോലി പോലും ലക്ഷ്മണന് വിഷമമായിത്തീർന്നു. ആശ്രമത്തിൽ നിന്നും അവർക്ക് പുറത്തുവരാൻ കഴിഞ്ഞില്ല. സൂര്യപ്രകാശം ഒരു ദുർലഭ വസ്തുവായി മാറി. ലക്ഷ്മണന് അമൂല്യങ്ങളായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് രാമൻ സമയം കഴിച്ചു. രാമൻ പറഞ്ഞു, ലക്ഷ്മണാ, ദുർവൃത്തനായ പുത്രൻ പിറക്കുമ്പോൾ ധർമ്മശാസ്ത്രം നശിപ്പിക്കപ്പെടും. ചക്രവാതം ആരംഭിക്കുമ്പോൾ മേഘങ്ങൾ ഭയം കൊണ്ട് ഞെട്ടിവിറയ്ക്കും. ജ്ഞാനം അപ്രത്യക്ഷമാകുന്നതിന്റെ നാന്ദിയാണ് ദുർജനങ്ങളുടെ സംസർഗം. സജ്ജന സംസർഗം ജ്ഞാനം വികസിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ അവർ ജ്ഞാനത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പഠിച്ചും ജ്ഞാനസമ്പാദനത്തിലും സംരക്ഷണത്തിലും അനുവർത്തിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് കാലം കഴിച്ചു. കണ്ടേൻ സീതയെ. മഴ മാറി. ശരത്കാലമായി. ഭൂമി പച്ചപിടിച്ച് ശോഭിച്ചു. താമസവിനാ ഭൂമി പലവർണ്ണങ്ങളിലുള്ള സുമങ്ങളാലും ശ്യാമവർണ്ണമുള്ള പുഷ്പലതാദികളാലും മനോഹരമായി ഉടയാട ചാർത്തി. സംതൃഷ്ടി വളരുമ്പോൾ അത്യാശ ദുർബലമാകുന്നു. അതുപോലെ തന്നെ അഗസ്ത്യൻ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജലാശയങ്ങളിലെ വെള്ളം ആവിയായി. ആശയവും വ്യാമോഹവും അപ്രത്യക്ഷമാകുമ്പോൾ മനഃശുദ്ധവും സ്വച്ഛവുമായിത്തീരുന്നു.
നദികളെല്ലാം ശുദ്ധവും നിർമ്മലവുമായി. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, കുമാരാ, ഇപ്പോൾ സുഗ്രീവന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഉചിതമായിരിക്കും. ലക്ഷ്മണൻ ആ കൽപ്പന ആദരിച്ചു. എന്നിട്ട് ആശ്രമത്തിലെ നിത്യസന്ദർശകനായ ഹനുമാനോട് പ്രതിജ്ഞ ചെയ്ത പ്രവർത്തനത്തെപ്പറ്റി സുഗ്രീവനെ ഓർമ്മിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. രാമകൽപ്പനകൾ നിറവേറ്റുന്നതിൽ ഹനുമാൻ ഏറ്റവും ആത്മാർത്ഥതയും ഉത്കണ്ഠയും ഉള്ളവനായിരുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ ഹനുമാൻ ഫലപ്രദമായ വിധം സുഗ്രീവന് മുന്നറിയിപ്പ് നൽകി. സുഗ്രീവൻ ഉടൻ വാനരസംഘങ്ങളുടെ നേതാക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി സീതാന്വേഷണത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഓരോരുത്തർക്കും ജോലി വീതിച്ചുകൊടുത്തു. അവരിൽ ജോലി നിർവഹിക്കുന്നതിന് ആവശ്യമായ ധീരതയും ദൃഢനിശ്ചയവും ഉണർത്തി. അന്വേഷണ ലക്ഷ്യം വിജയിക്കണമെന്ന തീരുമാനത്താൽ ലക്ഷ്മണന് അമൂല്യങ്ങളായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് രാമൻ സമയം കഴിച്ചു. രാമൻ പറഞ്ഞു, ലക്ഷ്മണാ, ദുർവൃത്തനായ പുത്രൻ പിറക്കുമ്പോൾ ധർമ്മശാസ്ത്രം നശിപ്പിക്കപ്പെടും. ചക്രവാതം ആരംഭിക്കുമ്പോൾ മേഘങ്ങൾ ഭയം കൊണ്ട് ഞെട്ടിവിറയ്ക്കും. ജ്ഞാനം അപ്രത്യക്ഷമാകുന്നതിന്റെ നാന്ദിയാണ് ദുർജനങ്ങളുടെ സംസർഗം. സജ്ജന സംസർഗം ജ്ഞാനം വികസിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ അവർ ജ്ഞാനത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പഠിച്ചും ജ്ഞാനസമ്പാദനത്തിലും സംരക്ഷണത്തിലും അനുവർത്തിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് കാലം കഴിച്ചു. 23 കണ്ടേൻ സീതയെ. മഴ മാറി. ശരത്കാലമായി. ഭൂമി പച്ചപിടിച്ച് ശോഭിച്ചു. താമസവിനാ ഭൂമി പലവർണ്ണങ്ങളിലുള്ള സുമങ്ങളാലും ശ്യാമവർണ്ണമുള്ള പുഷ്പലതാദികളാലും മനോഹരമായി ഉടയാട ചാർത്തി. സംതൃഷ്ടി വളരുമ്പോൾ അത്യാശ ദുർബലമാകുന്നു. അതുപോലെ തന്നെ അഗസ്ത്യൻ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജലാശയങ്ങളിലെ വെള്ളം ആവിയായി. ആശയവും വ്യാമോഹവും അപ്രത്യക്ഷമാകുമ്പോൾ മനഃശുദ്ധവും സ്വച്ഛവുമായിത്തീരുന്നു. നദികളെല്ലാം ശുദ്ധവും നിർമ്മലവുമായി. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, കുമാരാ, ഇപ്പോൾ സുഗ്രീവന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഉചിതമായിരിക്കും. ലക്ഷ്മണൻ ആ കൽപ്പന ആദരിച്ചു. എന്നിട്ട് ആശ്രമത്തിലെ നിത്യസന്ദർശകനായ ഹനുമാനോട് പ്രതിജ്ഞ ചെയ്ത പ്രവർത്തനത്തെപ്പറ്റി സുഗ്രീവനെ ഓർമ്മിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. രാമകൽപ്പനകൾ നിറവേറ്റുന്നതിൽ ഹനുമാൻ ഏറ്റവും ആത്മാർത്ഥതയും ഉത്കണ്ഠയും ഉള്ളവനായിരുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ ഹനുമാൻ ഫലപ്രദമായ വിധം സുഗ്രീവന് മുന്നറിയിപ്പ് നൽകി. സുഗ്രീവൻ ഉടൻ വാനരസംഘങ്ങളുടെ നേതാക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി സീതാന്വേഷണത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഓരോരുത്തർക്കും ജോലി വീതിച്ചുകൊടുത്തു. അവരിൽ ജോലി നിർവഹിക്കുന്നതിന് ആവശ്യമായ ധീരതയും ദൃഢനിശ്ചയവും ഉണർത്തി. അന്വേഷണ ലക്ഷ്യം വിജയിക്കണമെന്ന തീരുമാനത്താൽ തയ്യായിട്ടുണ്ട്. തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് എന്നോട് എന്താണാവശ്യം എന്നു ചോദിച്ചു. എന്റെ ഏതാഗ്രഹവും സാധിപ്പിച്ചുവരാമെന്നും പിതാമഹൻ വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശ്വരൻ മനുഷ്യനായി ഭൂമിയിൽ സഞ്ചരിക്കുന്നത് എനിക്കു കാണണം. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഇവിടെത്തന്നെ സ്ഥിരമായി കുടിക്കൊള്ളൂ. കുറേക്കാലം കഴിഞ്ഞാൽ അനേകം ശക്തരായ വാനരന്മാർ ഇവിടെ വരും. നിന്റെ അപേക്ഷപ്രകാരം ഇവിടെ താമസിക്കും. അവരിൽ നിന്നും നിനക്ക് രാമനെപ്പറ്റി അറിയാൻ കഴിയും. പിന്നീട് നിനക്ക് രാമനെത്തന്നെ ദർശിക്കുകയും ചെയ്യാം. ആ വരം ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ പൂർത്തീകരണത്തിന്റെ 1-2 ലക്ഷണങ്ങൾ വ്യക്തമായും കണ്ടുകഴിഞ്ഞു. ഒന്നാമത്തേത് നിങ്ങളുടെ ആഗമനമാണ്. രാമകഥയെ സംബന്ധിച്ച് നിങ്ങളുടെ വിവരണമാണ് രണ്ടാമത്തേത്. അവിടുന്ന് താമസിക്കുന്ന സ്ഥലത്തെപ്പറ്റി നിങ്ങൾ നൽകിയ വിവരം. ഇപ്പോൾ രാമദർശനം സാധിച്ചപോലെയുള്ള സന്തുഷ്ടി എനിക്കുണ്ട്. അവർ അതിരറ്റ ഹർഷോന്മാദത്താൽ ആമഗ്നയായിരുന്നു. സ്വയംപ്രഭ ആനന്ദക്കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരുന്നു. വാനരന്മാർക്കും സന്തോഷത്തിന്റെ ബാഷ്പമണിഞ്ഞു. ഇതിനിടയിൽ അവർ ധ്യാനത്തിലാണ്ടെന്തോ തെരഞ്ഞു. കുറച്ചുകഴിഞ്ഞ് സ്വയംപ്രഭ ഇപ്രകാരം അറിയിച്ചുകൊണ്ട് നിശബ്ദത ഭഞ്ജിച്ചു. വാനരന്മാരെ, ഒരു കടൽത്തീരത്തുള്ള മനോഹരമായ നഗരത്തിൽ സുന്ദരമായൊരുദ്യാനമധ്യത്തിൽ സീത ഏകാകിനിയായി മറ്റാരുമില്ലാതെ തന്റെ വിധിയെപ്പറ്റി വിലപിക്കുകയാണ്. നിങ്ങൾ ദേവിയെ കാണും. സംശയിക്കണ്ട. വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ അന്വേഷണം തുടരൂ. യാത്രയ്ക്കിടയിൽ ഒരു ദിവസം വാനരന്മാർ വല്ലാതെ ദുഃഖിതരായി. അവർ നെടുവീർപ്പിട്ടു. കഷ്ടം! സ്വാമിയായ സുഗ്രീവൻ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയത്തില് ഇനി 2 ദിവസമേ ബാക്കിയുള്ളൂ. ഇനിയും സീതയെ കണ്ടിട്ടില്ല. സീതയുള്ളയിടം ശരിക്കറിഞ്ഞിട്ടുമില്ല. അംഗദനും ബാക്കിയുള്ളവരും അവരുടെ വിധിയെപ്പറ്റി വിലപിച്ചു നിരാശയിലാണ്ടു. അവരുടെ കവിളിൽ കൂടി കണ്ണുനീരൊഴുകി. അവർ കടൽത്തീരത്തെത്തിക്കഴിഞ്ഞിരുന്നു. സീതയന്വേഷണം തുടരുന്നതിനായി കടൽ കടക്കുവാൻ അവർക്കാർക്കും കഴിഞ്ഞിരുന്നില്ല. അതും അവരെ ദുഃഖിതരാക്കി. ഈ സമയം പ്രായം കൂടിയ പ്രായജാമ്പവാൻ അംഗദനെ പലവിധത്തിലും ഉപദേശിച്ചു. നീയേ കഴിവുറ്റവൻ. നമ്മുടെ കഴിവിന്റെ പരമാവധി നാം ശ്രമിച്ചു. യാതൊരു കർത്തവ്യവിഷയവും കാണിക്കാതെ നാം എല്ലാ സ്ഥലത്തും തെരച്ചിൽ നടത്തി. നാം അലസരായി ഒരു നിമിഷം പോലും ചെലവഴിച്ചിട്ടില്ല. ഭക്ഷണത്തെപ്പറ്റിയോ പാനീയത്തെപ്പറ്റിയോ നാം ഒരിടത്തും അസ്വസ്ഥപ്പെട്ടിട്ടില്ല. സീതാന്വേഷണത്തിൽ നാം
തെല്ലും വീഴ്ച വരുത്തിയിട്ടില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആരും സാക്ഷിയില്ലായിരിക്കാം. പക്ഷേ എന്നെ വിശ്വസിക്കൂ, രാമനെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നൽകുന്ന ഏതൊരു ശിക്ഷയിലും രാമൻ പങ്കില്ല. നമുക്ക് സുഗ്രീവനെക്കൊണ്ട് അവിടുത്തെ നാമം നമ്മുടെ നാവിലും രൂപം മനസ്സിലും വച്ച് നാം ജോലി തുടർന്നു ചെയ്യുക. ജാംബവാൻ ഇങ്ങനെ അംഗദനെ ആശ്വസിപ്പിക്കുകയും മനസ്സിന് സുഖമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ സഹോദരന്റെ ശേഷക്രിയ ചെയ്യാനും എള്ളും മണിക്കുമെന്നു പവിത്രമാക്കപ്പെട്ട ജലം പുണ്യജലത്തിലർപ്പിക്കാനും വേണ്ടി അതിവൃദ്ധനായൊരു പക്ഷി കടൽത്തീരത്തേക്ക് തുള്ളിത്തുള്ളി വന്നു. വാനരന്മാരെല്ലാം പുതുതായി വന്ന ആ പക്ഷിയുടെ ചുറ്റും കൂടി. രൂപം മാറി ഇവിടെയെത്തിയ ഏതോ രാക്ഷസനാണോ അതെന്ന് അവർ ആശ്ചര്യപ്പെട്ടു. പക്ഷിയാണ് ആദ്യം സംസാരിക്കാൻ തുടങ്ങിയത്. വാനരന്മാരെ, എന്റെ പേര് സമ്പാദി എന്നാണ്. ഞാനും ജടായുവും സഹോദരന്മാരാണ്. വർഷങ്ങൾക്കു മുൻപ് ഞങ്ങളിരുവരും സൂര്യന്റെ നേരെ മത്സരിച്ചു പറന്നു. സൂര്യനോടടുക്കാറായപ്പോൾ ചുട്ടുകരിക്കുന്ന ചൂട് സഹിക്കാൻ അനുജൻ കഴിഞ്ഞില്ല. അവൻ മടങ്ങിപ്പറന്നു. പക്ഷേ ദുരഭിമാനബോധം എന്നെ തുടർന്നു പറക്കാൻ പ്രേരിപ്പിച്ചു. ഞാൻ ഉയർന്നു പറന്നപ്പോൾ എന്റെ ചിറകുകൾ കരിഞ്ഞ് താഴെ വീണു. ഞാൻ ആകാശത്തിന്റെ അഗാധതയിൽ നിന്നും ഒരു കല്ലുപോലെ നിലം പതിച്ചു. ചന്ദ്രമ എന്ന പേരിലായ ഒരു മഹർഷി ആ വഴി വരാനിടയാവുകയും എന്റെ സ്ഥിതി കാണുകയും ചെയ്തു. അദ്ദേഹം എന്റെ അടുത്തുനിന്ന് എനിക്ക് നൽകിയ പാഠങ്ങൾ വഴി ധാരാളം ജ്ഞാനം സമ്പാദിക്കാൻ എനിക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കേട്ട് എന്റെ ദുരഭിമാനം നശിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹേ പക്ഷിരാജൻ, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ആസന്നമായ ത്രേതായുഗത്തിൽ ഭഗവാൻ നാരായണൻ അവതരിക്കുന്നുണ്ട്. അവിടുത്തെ പത്നിയെ അന്ന് രാവണൻ രഹസ്യമായ സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോകും. അവരെവിടെയാണുള്ളതെന്ന് അന്വേഷിക്കുവാനായി ഒരു വാനരസൈന്യം തന്നെ സഞ്ചരിക്കും. ആ പുണ്യലക്ഷ്യം നേടുന്നതിനായുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഈശ്വരന്റെ രഹസ്യദൂതന്മാരെ കാണുന്നതോടുകൂടി നിന്റെ ജീവിതം പവിത്രവും പ്രയോജനപ്രദവുമായിത്തീരും. അങ്ങനെയായിത്തീരുമെന്ന് നിനക്കുറപ്പിക്കാം. കാരണം ആ നിമിഷം തന്നെ നിന്റെ ചിറകുകൾ വളർന്ന് ശക്തിപ്പെടും. സീതയെ കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ടുള്ള സ്ഥലത്തെ സംബന്ധിച്ച വിവരം അവരെ അറിയിക്കുകയായിരിക്കും നിന്റെ കൃത്യം. ഇന്ന് ജടായുവിനെ സംബന്ധിച്ച അവസാന കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാണ് ഞാൻ കടൽത്തീരത്തേക്ക് വന്നത്. നിങ്ങളെ കണ്ടപ്പോൾ വളരെക്കാലം മുമ്പേ ആ മഹർഷി പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. എന്തിന് ഞാൻ ഓർമ്മിച്ച ഉടനെ തന്നെ ദാ നോക്കൂ, അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യമായി വന്നിരിക്കുന്നു. ഇതു കേട്ടപ്പോൾ വാനരന്മാർ വികാരാവേശത്തോടെ പറഞ്ഞു, സമ്പാദി, താങ്കളുടെ ജീവിതകഥയൊന്നു നിർത്തൂ. സീതാന്വേഷണത്തിനുള്ള കാലാവധി ഇതാ അവസാനിക്കാറായി. ദേവി എവിടെയാണെന്നറിയാനുള്ള സൂചനകൾ ക്ഷണം പറഞ്ഞുതരൂ. അവർക്കെന്ത് സംഭവിച്ചുവെന്നതിനെപ്പറ്റി താങ്കൾക്കറിവുള്ളതും പറയൂ. സമ്പാദി വിശദീകരണത്തിൽ സമയം നഷ്ടപ്പെടുത്തിയില്ല. പക്ഷിരാജാവ് പറഞ്ഞു, അല്ലയോ വാനരന്മാരേ, ഒരു ദിവസം വിശപ്പുകൊണ്ട് ഞാൻ വല്ലാതെ പീഡിതനായിരുന്നപ്പോൾ പുത്രനായ സുപർണനെ അടുത്തു വിളിച്ചു. എന്നിട്ടു പറഞ്ഞു, മകനേ, ക്ഷണം പറക്കൂ, എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊണ്ടുവരൂ. ഞാൻ വൃദ്ധനല്ലേ, എന്റെ ചിറകുകളും പോയതാണല്ലോ. എന്റെ കഷ്ടസ്ഥിതി കണ്ടപ്പോൾ അവൻ കാട്ടിലേക്ക് പറന്നുപോയി. പക്ഷെ മടങ്ങിവന്നില്ല. അവനെപ്പറ്റി എനിക്കുണ്ടായ ഉത്കണ്ഠ വിശപ്പിനെ അമർത്തിക്കളഞ്ഞു. ഒടുവിലവൻ കുറെ മാനിച്ചിറച്ചിയും കൊണ്ട് മടങ്ങിവന്നു. വിവേകിയായവനുണ്ടായിരിക്കേണ്ട നിയന്ത്രണം വിശപ്പിന്റെ ശക്തികൊണ്ട് ഞാൻ വിസ്മരിച്ചു. അവൻ അമിതമായി വൈകിയതുകൊണ്ട് ഞാൻ കോപാവിഷ്ടനായി. എന്റെ മകനെ ശപിക്കുവാൻ ഞാൻ തീർച്ചയാക്കി. ഇത് എന്നുകൊണ്ട് മകൻ എന്റെ കാലുകൾ കെട്ടിപ്പിടിച്ചു വിനീതനായി പറഞ്ഞു, അച്ഛാ, ഞാൻ പോയിട്ട് ഒരു നിമിഷം പോലും വൈകിയിട്ടില്ല. എന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചാലും ഒഴിവാക്കാൻ ഒരു നിലയിലും നിവൃത്തിയില്ലാതിരുന്ന ഈ കാലവിളംബത്തിന് മാപ്പുതരൂ. അവൻ മാന്നിറച്ചി എന്റെ മുമ്പിൽ വെച്ചു. ഞാനത് ഭക്ഷിച്ചു. എന്റെ വിശപ്പ് മാറിയപ്പോൾ കാലതാമസത്തിന്റെ കാരണം പറയാൻ അവനോട് ആവശ്യപ്പെട്ടു. അവൻ പറഞ്ഞു, ഞാൻ കാട്ടിലേക്ക് പറന്നുകൊണ്ടിരുന്നപ്പോൾ 20 കൈകളും 10 തലകളുമുള്ള ഒരാൾ തിടുക്കത്തിൽ പോകുന്നത് കാണാനിടയായി. അവർണ്ണനീയമായ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ വളരെ ദയനീയമായി വിലപിക്കുകയാണ്. അവനൊരു രാക്ഷസനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവനെ ആക്രമിച്ചു. അവർ ഒരൊറ്റ നാമമേ കരയുമ്പോൾ പറഞ്ഞിരുന്നുള്ളൂ, രാമ, രാമ എന്നു മാത്രം. മറ്റൊരു വാക്കും അവരുടെ വായിൽ നിന്നും പുറത്തുവന്നിരുന്നില്ല. അവന്റെ യാത്ര തടയാനും ആ ദേവിയെ രക്ഷപ്പെടുത്താനുമുള്ള എന്റെ വിഫലശ്രമമാണ് ഈ കാലതാമസത്തിന് കാരണം. ഈ വാക്കുകൾ കേട്ടപ്പോൾ എന്റെ ചിറകുകൾ നഷ്ടപ്പെട്ടുപോയല്ലോ എന്നും ഞാൻ വൃദ്ധനായി കഴിഞ്ഞുവല്ലോ എന്നും ഓർത്ത് എനിക്ക് വലിയ ലജ്ജ തോന്നി. ഞാൻ ദുഃഖാധീനനായി അവനൊരു രാക്ഷസനായിരിക്കണമെന്നും ഞാൻ ഊഹിച്ചു.
ആ 10 തലയുള്ള രാക്ഷസൻ ഏതു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് ഞാൻ പുത്രനോട് തിരക്കി. ദക്ഷിണദിക്കിലേക്കാണെന്ന് അവൻ മറുപടി നൽകി. ഉടൻ ഞാൻ വികാരവിവശനായി പറഞ്ഞു, ഹാ കഷ്ടം. ആ രാക്ഷസൻ മഹർഷി പറഞ്ഞ രാവണനാണ്. ആ സ്ത്രീ ദിവ്യമാതാവായ സീതയും. ഇതിലൊരു സംശയവുമില്ല. ആ രാക്ഷസൻ ഒരു നായയെപ്പോലെയും കുറുക്കനെപ്പോലെയും അവരെ അപഹരിച്ച് ഓടിപ്പോവുകയാണ്. ക്രോധം ഹേതുവായി ഞാൻ പല്ല് ഞെരിച്ചു. എനിക്ക് മറ്റെന്തു ചെയ്യാൻ കഴിയും? ഇപ്രകാരം സമ്പാദി സംഭവിച്ചതെന്തൊക്കെയാണെന്നും വിവരിച്ചു. അതിനെപ്പറ്റി തനിക്കറിയാവുന്നതൊക്കെയും വാനരന്മാരോട് വിവരിച്ചുകൊടുത്തു. മഹർഷി എന്നെ അറിയിച്ചിരുന്നതിനനുസരിച്ച് ഞാൻ വാനരസൈന്യത്തിന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു. ഓരോ ദിവസവും അവർ ഈ വഴി വരുമെന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞുകൂടി. ഇന്നെന്റെ പ്രാർത്ഥന ഫലിച്ചു. എന്റെ ജീവിതം പവിത്രമാക്കപ്പെട്ടു. അനന്തരം സമ്പാദി അറിയിച്ചു, അല്ലയോ വാനരന്മാരെ, കടലുകരയിൽ ത്രികൂടാചലത്തിലേലാണ് ലങ്കാനഗരി സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും മനോഹരങ്ങളായ ഉദ്യാനങ്ങളും ക്രീഡാവനങ്ങളും അവിടെയുണ്ട്. തന്റെ വിധിയെപ്പറ്റി വിലപിച്ചുകൊണ്ട് സീത അശോകവനികയിലാണുള്ളത്. ദേവി നിങ്ങളുടെ വരവും കാത്തു കഴിച്ചുകൂട്ടുകയാണ്. ഇനിയും തെക്കോട്ടു പോകൂ. അവർ അശോകവനികയിൽ ഒരു വൃക്ഷച്ചുവട്ടിലാണുള്ളതെന്ന് എങ്ങനെയാണ് സമ്പാദി മനസ്സിലാക്കിയതെന്ന് അംഗദൻ ആ പക്ഷിയോട് ചോദിച്ചു. ഒരു കഴുകന്റെ നോട്ടം 400 യോജന വിസ്തൃതിയോളമെത്തുമെന്നും വാർദ്ധക്യം തടസ്സപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ അവരുടെ ലക്ഷ്യം സാധിക്കുന്നതിന് ഇതിനേക്കാളേറെ സഹായം നിശ്ചയമായും താൻ ചെയ്യുമായിരുന്നുവെന്നും സമ്പാദി ഉത്തരം പറഞ്ഞു. ഇപ്പോഴുള്ള പ്രശ്നം സമുദ്രലംഘനമാണ്, സമ്പാദി പറഞ്ഞു. അല്ലയോ വാനരന്മാരെ, 100 യോജന ദൂരം ചാടാനുള്ള ശക്തിയും വൈദഗ്ധ്യവുമുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടിലുണ്ടെങ്കിൽ രാമനേൽപ്പിച്ച ഈ ജോലിയിൽ നിങ്ങൾക്ക് വിജയം നേടാം. സമ്പാദി ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവന്റെ ചിറകുകൾ വളർന്നു അല്പം ചലിച്ചു. അല്പദൂരത്തോളം അതിനു പറക്കാൻ കഴിഞ്ഞു. കുറേ സമയത്തിനുള്ളിൽ ശരിക്കും പറക്കാനും സാധിച്ചു. അങ്ങനെ മഹർഷിയുടെ വാക്കുകൾ സത്യമാണെന്ന് തെളിഞ്ഞു. തന്റെ ചിറകുകൾ തിരിച്ചുകിട്ടിയതിൽ സമ്പാദി അത്ഭുതപ്പെട്ടു. അവൻ പറഞ്ഞു, അല്ലയോ ധീരാത്മാക്കളായ വാനരവീരന്മാരെ, വിശപ്പും ദാഹവും പോലും നിങ്ങളെ തടസ്സപ്പെടുത്തിയില്ല. രാമന്റെ ആജ്ഞ നിറവേറ്റുന്നതിനായി നിങ്ങൾ വളരെയേറെ പ്രാപ്തിയോടും ഉത്സാഹത്തോടും കൂടി അന്വേഷണം നടത്തിയിരിക്കുന്നു. രാമനിൽ സ്ഥിരമായ വിശ്വാസവും അഗാധമായ ഭക്തിയുമുണ്ടെന്ന് നിങ്ങൾ സംശയരഹിതമായി തെളിയിച്ചിരിക്കുന്നു. അന്വേഷണത്തിലേർപ്പെട്ടിരുന്നപ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവൻ ആപത്തിലാക്കിയിരുന്നു. ഇത്രയും സഹനശേഷിയും ശക്തിയും നിങ്ങൾക്ക് പ്രദാനം ചെയ്തത് രാമനാണ്. അവിടുന്ന് തന്റെ ജോലി നിങ്ങളെക്കൊണ്ട് നിർവഹിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ കൃത്യം രാമനെ ധ്യാനിക്കുകയും പൂർണ്ണഹൃദയത്തോടുകൂടി രാമനോട് പ്രാർത്ഥിക്കുകയുമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീതയെ കാണാനും രാമന് സംതൃപ്തി നൽകാനും തീർച്ചയായും കഴിയും. അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എളുപ്പം സമുദ്രം ചാടിക്കടക്കാം, സീതയെ കാണാം, രാമന്റെ ഹൃദയത്തിന് ആനന്ദം നൽകുകയും ചെയ്യാം. ഈശ്വരന്റെ ഹൃദയത്തിൽ നാം കാരണമായുണ്ടാകുന്ന ആനന്ദമാണ് ഫലപ്രദമായ നേട്ടം. അത് ഈശ്വരൻ നൽകാത്തവരെപ്പറ്റി നമുക്കെന്തു പറയാനാവും? ഈശ്വരൻ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നവരും തങ്ങളുടെ കർമ്മങ്ങൾ വഴി പ്രായോഗികമാക്കുന്നവരുമാണ് സാധുക്കൾ. ബാക്കിയുള്ളവരെല്ലാം നിഷ്ഫലവും ക്ഷണികവുമായ ജീവിതം നയിക്കുന്നവരാണ്. അവർ വിലയുള്ളത് തട്ടിവിട്ട് ഭൂമിക്കൊരു ഭാരമായി ചുറ്റിത്തിരിയുന്നു. സമ്പാദി ആകാശത്തിൽ പറന്നുയരുന്നത് വാനരന്മാർ കണ്ടു. ഇത് സപൂർവവും ആശ്ചര്യപ്പെട്ടു. ആപ്തവാക്യം പോലെ രാമനാമം അസാധ്യമായത് സാധ്യമാക്കും, മൂകനെ സംസാരിപ്പിക്കും, മുടന്തനെ കുന്നുകൾ കയറ്റും എന്നെല്ലാം അവർ തമ്മിൽ പറഞ്ഞു. ചിറകറ്റ സമ്പാദിക്ക് ചിറകുകൾ തിരികെ ലഭിച്ച് ആകാശത്തിൽ പറന്നുയരാൻ കഴിഞ്ഞു. ഇതു രാമനാമജപം കൊണ്ട് ലഭിച്ച അനുഗ്രഹത്തിന്റെ ഫലമാണ്. സമ്പാദിയുടെ വാക്കുകൾ വഴി വാനരന്മാർക്ക് കാര്യങ്ങൾ ശരിയായി കാണുവാനും അറിയാനും കഴിഞ്ഞു. ഓരോ വാനരനേതാവും തന്റെ ബലവും ചാട്ടത്തിനുള്ള കഴിവും നിർണയിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ജാംബവാൻ അവരെ ഇപ്രകാരം അഭിസംബോധന ചെയ്തു, സ്നേഹിതന്മാരെ, വാർദ്ധക്യം എന്നെ ആക്രമിച്ചു കീഴടക്കിയിരിക്കുകയാണ്. എന്റെ വൈദഗ്ധ്യവും ശക്തിയും വളരെ ക്ഷയിച്ചിരിക്കുന്നു. എങ്ങനെയെങ്കിലും രാമന്റെ കൽപ്പനകൾ നടപ്പിൽ വരുന്നതിലുള്ള ആനന്ദത്താൽ തള്ളിമുന്നോക്കിയ നിലയിലും അദ്ദേഹം അതിന്റെ അനുഗ്രഹങ്ങളാൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട നിലയിലും എനിക്കിതുവരെ ജീവിക്കാനും നിങ്ങളോടൊപ്പം സഞ്ചരിക്കാനും കഴിഞ്ഞു. ഈശ്വരൻ വാമനനായി അവതരിച്ച് ത്രിവിക്രമരൂപം പ്രദർശിപ്പിച്ച ആ കാലത്തു എനിക്ക് യൗവനമായിരുന്നു. അന്നു എനിക്ക് പൂർണ്ണമായ നിലയിൽ ശക്തിയും ബുദ്ധിയുമുണ്ടായിരുന്നു. ഇതുകേട്ട് വാനരന്മാർ യുവരാജാവായ അംഗദന്റെ ചുറ്റും കൂടി. അവർ അഭ്യർത്ഥിച്ചു, അല്ലയോ രാജകുമാരാ, സാധ്യമായ വല്ല മാർഗ്ഗങ്ങളെയും പറ്റി അന്വേഷിക്കൂ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആർ സമുദ്രം ചാടിക്കടക്കണമെന്ന് തീരുമാനിക്കൂ. അംഗദൻ എല്ലാ വാനരന്മാരുടെയും ഒരു പൂർണ്ണ സമ്മേളനം വിളിച്ചുകൂട്ടി. ഈ പരിശ്രമത്തിന് ഓരോരുത്തരുടെയും പ്രാപ്തിയെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയിച്ചു. ഇത് കേട്ടപ്പോൾ വികടൻ എഴുന്നേറ്റു പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടിയാൽ 30 യോജന ചാടും. നീലൻ പ്രഖ്യാപിച്ചു, രാജകുമാരാ, എനിക്ക് ഒറ്റച്ചാട്ടത്തിൽ 40 യോജനയെത്താം.
പക്ഷേ അതിനുമേൽ ഒരു വിരൽ പോലും ദൂരം വർദ്ധിപ്പിക്കാൻ സാധ്യമല്ലെന്നു സവ്യസനമറിയിക്കുന്നു. പിന്നീട് ദുർബധരൻ എഴുന്നേറ്റ് 50 യോജന ചാടാമെന്നറിയിച്ചു. നളൻ മുന്നോട്ടുവന്നു കയ്യും കലാശവും കാട്ടിയിട്ട് തനിക്ക് 60 യോജന ചാടാനാവുമെന്നു പറഞ്ഞു. ഇത്തരത്തിലുള്ള മത്സരപൂർവമുള്ള വീമ്പിക്കലും വൈദഗ്ധ്യപ്രഖ്യാപനവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അംഗദനറിയിച്ചു, ശ്രദ്ധിക്കൂ, എനിക്കു ഈ സമുദ്രം ഒരിക്കൽ അങ്ങോട്ട് ചാടിക്കടക്കാൻ കഴിയും. പക്ഷേ തിരിച്ചു ചാടാൻ അത്രയും ശേഷി അവശേഷിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അവിടെ ചാടിക്കടന്നെത്തിയാൽ പോരല്ലോ, ആവശ്യമായി വന്നാൽ അവിടെയുള്ള രാക്ഷസന്മാരുമായി യുദ്ധം ചെയ്യുകയും വേണ്ടിവരും. അത് എന്നെ ദുർബലനാക്കും. എനിക്കു വേണ്ടത്ര ശക്തി അവശേഷിക്കുകയില്ല. എന്റെ കഴിവ് ഈ 3 തരം പ്രവർത്തനങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്നതിനായി അത്രയും നേരത്തേക്ക് നിലനിൽക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇങ്ങനെ വിഷണ്ണനായ സ്വരത്തിൽ അംഗദൻ സംസാരിച്ചപ്പോൾ വാനരന്മാരുടെ ഇടയിലെ ഗുരുജനങ്ങൾ എഴുന്നേറ്റ് ഒരേ സ്വരത്തിൽ അഭ്യർത്ഥിച്ചു, രാജകുമാര, അങ്ങ് ഞങ്ങളുടെ രാജ്യത്തിലെ കിരീടാവകാശിയാണ്. അങ്ങേക്ക് ഈ ജോലി ഏറ്റെടുക്കാൻ പ്രാപ്തിയുണ്ടോ ഇല്ലയോ എന്ന പ്രശ്നം അപ്രധാനമാണ്. രാക്ഷസന്മാരുടെ നാട്ടിലേക്ക് അങ്ങ് കടന്നു ചെല്ലുന്നത് ക്രമവിരുദ്ധവും ശരികേടുമാണ്. രാജത്വത്തിന്റെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും എതിരുമാണ്. രാജ്യത്തിന്റെ ഏതെങ്കിലും സേവകന് നൽകപ്പെടേണ്ടതാണീ ജോലി. അങ്ങയുടെ കൽപ്പനപ്രകാരം പ്രവർത്തിക്കുവാൻ സന്നദ്ധരായിട്ടുള്ള ലക്ഷക്കണക്കിന് സേവകരുണ്ടായിരിക്കെ ഈ ജോലി അങ്ങ് ഏറ്റെടുക്കാൻ ആലോചിക്കുന്നത് തന്നെ ശരിയല്ല. മറ്റാരെയെങ്കിലും ഇതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കണമെന്ന് ജാംബവാൻ അഭിപ്രായപ്പെട്ടു. അംഗദൻ ചുറ്റും നോക്കി. എന്നിട്ട് ഹനുമാന്റെ നേരെ നോക്കി അദ്ദേഹം പറഞ്ഞു, അല്ലയോ വായുപുത്ര, താങ്കൾ രാമന്റെ സമർപ്പിത സേവകനല്ലേ? താങ്കളുടെ ഭക്തി തീർച്ചയായും അഗാധമാണ്. നമ്മുടെ കൂട്ടത്തിൽ രാമന്റെ ആദർശത്തിന്റെ